Hello, good evening. Hello. Mm. Okay. So, നമ്മുടെ ലാസ്റ്റ് ഡേ ലോഗിൻ്റെ പോസ്റ്റാണ് അന്ന് ജിറ്റബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ക്വറീസ് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യണമെങ്കിൽ ജിറ്റബിൽ നോക്കിയാൽ മതി. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ റിക്വസ്റ്റ് എക്സ്പയർ ആവണേക്കാളും മുമ്പ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക. ദെൻ accounts in the views.py. സോ ഫസ്റ്റ് ലോഗിൻ ഡോട്ട് എച്ച് ടി എം എൽ നിന്ന് തുടങ്ങാം. സോ ലോഗിൻ ഡോട്ട് എച്ച് ടി എം എൽ എടുക്കാം. ലോഗിൻ ഡോട്ട് എച്ച് ടി എം എൽ നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ലൈൻ ബൈ ലൈൻ ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഇത് ചെയ്തിട്ടുണ്ട്. ബേസ് ഡോട്ട് എച്ച് ടി എം എല്ലിനെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. സോ എന്താണ് ടെംപ്ലേറ്റ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മളവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ബേസ് ഡോട്ട് എച്ച് ടി എം എല്ലിനെ നമ്മൾ ലോഗിൻ ഡോട്ട് എച്ച് ടി എം എല്ലിലേക്ക് എന്ത് ചെയ്തെടുക്കുവാണ്? ഇൻഹെറിറ്റ് ചെയ്തെടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ബ്ലോക്ക് ടൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ലോഡ് സ്റ്റാറ്റിക് ആണ് കൊടുത്തത്. സോ ടെംപ്ലേറ്റ് ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റാറ്റിക് ലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ സോ നമുക്ക് ഇനി പാത്ത് കംപ്ലീറ്റ്ലി അങ്ങ് സ്പെസിഫൈ ചെയ്യേണ്ട. സ്റ്റാറ്റിക് കഴിഞ്ഞിട്ടുള്ള ബാക്കി പാത്ത് മാത്രം നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി? കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സ്റ്റാറ്റിക്കിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. വേറെ സ്പെസിഫിക് പാത്തൊന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ടു സ്റ്റാറ്റിക് ഫോൾഡറിലേക്ക് ആയിരിക്കും അത് റെഫർ ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ഉള്ളിലത്തെ പാത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. സോ കുറച്ചും കൂടി സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ബ്ലോക്ക് ടൈറ്റിൽ ആയിരുന്നു. ടൈറ്റിൽ ടാഗ് നമുക്ക് എന്താണോ ആ ഒരു പേജ് ലോഡ് ചെയ്യുമ്പോൾ വരുന്നത് ആ ഒരു ടൈറ്റിൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജിൽ ബ്ലോക്ക് കണ്ടന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് എൻഡ് ബ്ലോക്കും കൂടി കൊടുത്തിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ആണ് നമ്മൾ ബ്ലോക്ക് കണ്ടന്റിൽ കൊടുക്കുന്നത്. ദെൻ H2 ടാഗിൽ ഒരു ലോഗിൻ ടെക്സ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫോം കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. ബട്ട് മെത്തേഡ് എന്താണ്? പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആക്ഷൻ തൽക്കാലം നമ്മൾ എന്താണ് എം ടി ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ എന്താണ് ഇതെന്ന് പറയുന്നത് ഒരു ഓൾട്ടർനേറ്റീവ് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത്. URL ലോഗിൻ നമ്മൾ പറഞ്ഞ് കൊടുക്കൂലേ, അതിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എം ടി ആയിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് URL ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആക്ഷൻ്റെ ഉള്ളിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും പോസിബിൾ ആണ് കേട്ടോ. ഇവിടെ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്തിടുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഇത് കൊടുക്കുക. URL സിംഗിൾ കോഡ്സിൽ നമ്മുടെ ലോഗിൻ വ്യൂവിൻ്റെ നെയിം കൊടുക്കുക. ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഞാൻ തൽക്കാലം എന്താണ് എം ടി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഈ ഒരു ഫോമാറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ദെൻ അതിന് ശേഷം നമ്മൾ എന്താണ് മെത്തേഡ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതൊരു HTTP പോസ്റ്റ് റിക്വസ്റ്റ് ആയിട്ടായിരിക്കും ലോഗിനിലേക്ക് പോകുന്നത്. സോ ജാങ്കോയിൽ നമ്മൾ CSRF ടോക്കൺ മിഡിൽ വെയർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് അൺസേഫ് മെത്തേഡ്സിനെ, ടോക്കൺ ഇല്ലാതെ വരുന്ന അൺസേഫ് മെത്തേഡ്സിനെ കംപ്ലീറ്റ്ലി CSRF ടോക്കൺ ബ്ലോക്ക് ചെയ്തോളും. ദെൻ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുന്നുണ്ട്? CSRF ടോക്കൺ കൊടുത്തിട്ടുണ്ട്. സോ CSRF മിഡിൽ വെയർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ആക്ടിവേറ്റഡ് ആണ്. സോ പോസ്റ്റ് മെത്തേഡിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ അത് മാൻഡേറ്ററി ആയിട്ടും കൊടുക്കണം. ദെൻ ഫോംസ് ഡോട്ട് SP, അതായത് നമ്മൾ ഫോം ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുവാണ്? വ്യൂ യൂസ് ചെയ്തിട്ട് ജാങ്കോയ്ക്ക് ഡീഫോൾട്ട് ആയിട്ട് എടുക്കുവാണ്. SP എന്ന് പറയുമ്പോൾ ഒരു ലേ ഔട്ടിനെ നമ്മൾ എടുക്കുവാണ്. സോ P ടാഗിനുള്ളിൽ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കൂലേ ലേബിള്, നമുക്ക് വേണമെങ്കിൽ അഡീഷണലി ആഡ് ചെയ്യാം. അതേപോലെ തന്നെ ഇൻപുട്ട് വിഡ്ജറ്റ് അല്ലെങ്കിൽ ഫീൽഡർ അങ്ങനത്തെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SP എന്ന് പറയുന്നത്, P ടാഗിന് പകരം. ദെൻ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? ഫോമിൻ്റെ ഉള്ളിലത്തെ ഒത്തൻറ്റിക്കേഷൻ ഫോം അല്ലെങ്കിൽ കസ്റ്റം ഫോം നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഒത്തൻറ്റിക്കേഷൻ ഫോമും യൂസ് ചെയ്യുന്നുണ്ട്. കസ്റ്റം ഫോം വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വ്യൂവിൻ്റെ ഉള്ളിൽ റിട്ടേൺ ട്രെൻഡ് ലോഗിൻ ഡോട്ട് HTML കൊടുക്കാം, അല്ലെങ്കിൽ ഒത്തൻറ്റിക്കേഷൻ ഫോം കൊടുക്കാം കേട്ടോ. കസ്റ്റമൈസ് ചെയ്യുന്ന ഫോം വേണമെങ്കിലും കൊടുക്കാം വ്യൂവിൻ്റെ ഉള്ളിൽ കേട്ടോ. വ്യൂവിൽ
ഇവിടെ നമ്മൾ എന്താണ് നമ്മുടെ ലോഗിൻ പേജിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒതൻറ്റിക്കേഷൻ ഫോമോ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇതിന് പകരം വേണമെങ്കിൽ എന്ത് കൊടുക്കാം, ഫോം ആസ് ടേബിൾസ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം, ആസ് ULs എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാം. ഇവിടെ P ടാഗിന് പകരമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആസ് ടേബിൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. UL ഡിഫറെൻറ്റ് റാപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. സോ മാനുവലി എന്താണ് റെൻഡറിങ് ആണ് അവിടെ ചെയ്യുന്നത്. സോ യൂസർ നെയിം കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്പെസിഫിക്കലി എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ കേർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫോം ഡോട്ട് യൂസർ നെയിം ആണെങ്കിൽ യൂസർ നെയിം ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആഡ് ചെയ്ത് പോവുക. ലേബിൾ ടാഗ് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് സ്പെസിഫൈ ചെയ്തിട്ട് പോവുക. ദെൻ ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഫോം ടാഗ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്താണ് നമ്മൾ എൻഡ് ബ്ലോക്കും കൊടുത്തിട്ടുണ്ട്. സോ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, എൻഡ് ചെയ്യാൻ വേണം. ഇനി ചെറിയ ഇംപ്രൂവ്മെന്റ്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് വ്യൂവിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു ചെയ്ത പോലെ ലോഗിൻ റിക്വസ്റ്റ് കോമ യൂസർ എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്ത് പോകും, നമ്മുടെ ആ ഒരു URലേക്ക് റീഡയറക്ട് ചെയ്ത് പോകും. നമ്മളിപ്പോൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ യൂസർ നെയിം വേണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ഇതേപോലെ ഡബിൾ കർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഫോം ഡോട്ട് യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്, കമ്പൽസറി അല്ല. സോ അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇനി സപ്പോസ് നമുക്ക് ഇതിൽ മെയിലും കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൽ ലോഗിൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വ്യൂവിൽ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഫോംസ് ഡോട്ട് PYലോ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇമെയിൽ ഫീൽഡ് ആഡ് ഇവിടെയല്ല, നമ്മുടെ ഫോംസ് ഡോട്ട് PY എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൽ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ഫംഗ്ഷൻ പോലെ ഇമെയിൽ ലോഗിൻ ആഡ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇവിടെ അഡീഷണൽ ഒതൻറ്റിക്കേഷനിൽ തന്നെയും നമ്മളിപ്പോൾ യൂസർ നെയിമും പാസ്വേഡും മാത്രമാണ് കൊടുക്കുന്നത്, അവിടെ ഇമെയിലും കൂടി ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഫോംസ് ഡോട്ട് PY എന്ന് പറയുന്ന ഫയൽ ഈ പ്രൊജക്റ്റിൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. കാർഡ് ഞാനിപ്പോൾ കമൻറ്റ് ചെയ്തിരുന്നുണ്ട്. പ്രൊജക്റ്റിൽ ഫോംസ് ഡോട്ട് PY എന്ന് പറയുന്ന ഫയൽ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക ഇതിൽ ആപ്പിൻ്റെ ഉള്ളിൽ കേട്ടോ. എന്നിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക, ഇമെയിൽ ലോഗിൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇമെയിലും പാസ്വേഡും കൊടുത്തിട്ട്, എന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഫംഗ്ഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് എൽസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഒതൻറ്റിക്കേഷൻ ഫോമിന് പകരം വേണമെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആഡ് ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ എന്നിട്ടാണ് പോകുന്നത് ലോഗിൻ വ്യൂവിലേക്ക് പോവാം. സോ ലോഗിൻ വ്യൂക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ ഇവിടെ ലോഗിൻ യെസ് സ്റ്റാർട്ടിങ്, ഇവിടെ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വരുമ്പോൾ ലോഗിൻ വ്യൂ ഫോം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇമെയിൽ ലോഗിൻ വ്യൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒതൻറ്റിക്കേഷന് പകരം എന്ത് കൊടുക്കുക, ഇമെയിൽ ലോഗിൻ വ്യൂ എന്ന് പറഞ്ഞിട്ട് ഫോം ഈക്വൽസ് പറഞ്ഞിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡാറ്റ ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫോം വാലിഡ് ആണോ ചെക്ക് ചെയ്യുക. വാലിഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇമെയിലും പാസ്വേഡ് ആണെങ്കിൽ ഇമെയിലിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ലോഗിൻ റിക്വസ്റ്റ് കോമ യൂസർ കൊടുത്തിട്ടുണ്ട്. സോ ഒരു യൂസറിൻ്റെ ഇതിൽ ലോഗിൻ ആവുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ റീഡയറക്ട് ചെയ്യും, ഷോപ്പ് ഡോട്ട് ഓൾ ഡോട്ട് കാറ്റഗറി റീഡയറക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് സക്സസ് ആവുകയാണെങ്കിൽ ആ യൂസറിൻ്റെ നെയിം അവിടെ പാസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു പേജിലേക്ക് പോവുകയും ചെയ്യും. നമുക്ക് ആ യൂസർ നെയിം ഒക്കെ അവിടെ വിസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഒതൻറ്റിക്കേഷൻ ഫോം തന്നെയായിരിക്കും വീണ്ടും റീലോഡ് ചെയ്യുന്നത്. ദെൻ എന്താണ് നമ്മുടെ ലോഗിൻ പേജിലേക്ക് നമ്മൾ റീഡയറക്ട് ചെയ്യാൻ റെൻഡർ കൊടുത്തിട്ടുണ്ട്. സോ ലോഗിൻ ഡോട്ട് HTMLലേക്ക് പോകും. ഫോമിൽ എന്താണോ വരുന്നത്, എന്താണോ ഫോമിലെ വാല്യൂ വരുന്നത് അതായിരിക്കും നമുക്ക് അവിടെ റിഫ്ലക്ട് ചെയ്ത് വരിക. അതായത് നമ്മുടെ ലോഗിൻ ഡോട്ട് HTMLലേക്ക് വരുന്ന കണ്ടന്റിനെയാണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ദെൻ ഇമെയിൽ ആഡ് ചെയ്യേണ്ട കേസാണ് പറഞ്ഞത്. ഇവിടെ ജസ്റ്റ് ചെറിയ ചേഞ്ചസേ വരുള്ളൂ, വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് രജിസ്റ്റർ ഡോട്ട് HTML ആഡ് ചെയ്തായിരുന്നു അല്ലേ. സോ അതും കൂടി ഒന്ന് പറഞ്ഞു തരാം. സോ രജിസ്റ്റർ ഡോട്ട് HTML വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ലോഡ് സ്റ്റാറ്റിക് കൊടുത്തിട്ട് സ്റ്റാറ്റിക് ഫയൽസിനെ കംപ്ലീറ്റ്ലി ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ടൈറ്റിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ബ്ലോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ബ്ലോക്ക് യൂസ് ചെയ്തിട്ട്. ദെൻ എന്താണ് ബ്ലോക്ക് കണ്ടന്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ H2 സിമ്പിൾ H2 ടാഗ് ആയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്, രജിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ദെൻ ഫോമിൻ്റെ ആക്ഷൻ ഒന്നും കൊടുത്തിട്ടില്ല, കറൻ്റ്ലി empty ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു പേജിലേക്ക് തന്നെയായിരിക്കും റീഡയറക്ട് ചെയ്ത് പോകുന്നത്. ദെൻ മെത്തേഡ് എന്ത് കൊടുത്തിട്ടുണ്ട്, പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ആക്ഷൻ്റെ ഉള്ളിൽ കർലി ബ്രാക്കറ്റ്സ് URL സിംഗിൾ കോട്ട്സിൽ രജിസ്റ്റർ വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബൈ empty കൊടുത്താലും ഇഷ്യൂസ് ഇല്ല, അല്ലെങ്കിൽ എന്ത് കൊടുക്കുക ജസ്റ്റ് empty ആയിട്ട് കൊടുത്താലും ഇഷ്യൂസ് ഇല്ല. CSRF ടോക്കൺ കൊടുത്തിട്ടുണ്ട്, ബിക്കോസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോം എന്താണ്
മെത്തേഡ് പോസ്റ്റ് ആണ്. സോ CSRF ടോക്കൺ മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ദെൻ അതിനുശേഷം ഫോം ആസ് പി കൊടുക്കുന്നുണ്ട്. എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് ഒക്കെ ചോദിക്കില്ലേ, കൺഫേം പാസ്വേഡ് ചോദിക്കില്ലേ, ഇതിന് സിമിലർ ആണ് നമ്മൾ എന്ത് ആസ് പി കൊടുക്കുന്നത്. സോ രജിസ്ട്രേഷൻ ഫോമിൽ എന്താണോ റിസീവ് ചെയ്യുന്ന വാല്യൂസ് അതൊക്കെ നമുക്ക് അവിടെ ഈ 4 ഫീൽഡ് ആയിരിക്കും മെയിൻലി അവിടെ വരുന്നത്. ദെൻ പാസ്വേഡിലാണെങ്കിൽ നമ്മൾ പാസ്വേഡിന് ക്രിഡൻഷ്യൽസ് കൊടുക്കൂലേ, നമ്മുടെ പാസ്വേഡ് അത്യാവശ്യം സെക്യൂർഡ് ആയിരിക്കണം എന്നൊക്കെയുള്ള രീതിക്ക് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കൂലേ. സോ ആ കാര്യങ്ങളൊക്കെ ബൈ ഡീഫോൾട്ട് തന്നെ അതിലുള്ളത് ഇംപ്ലിമെന്റ് ആയിക്കോളും. നമ്മൾ സ്പെസിഫിക്കലി ഫങ്ഷൻസ് ഒന്നും പാസ്വേഡിന് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ as_p എന്ന് പറയുന്നത് ഒരു ക്വിക്ക് പ്രോട്ടോടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ ബൂട്ട് സ്ട്രാപ്പിന്റെ കസ്റ്റം ലേഔട്ട് ഒക്കെ ആയിരിക്കും അതിൽ മാനുവലി ഉള്ളത്. വേണമെങ്കിൽ വേറെ ആഡ് ചെയ്യാം. ബട്ടൺ നമ്മൾ രജിസ്ട്രേഷന് സബ്മിറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ദെൻ ഫോം ടാഗ് ക്ലോസ് ചെയ്തു, ആൻഡ് ബ്ലോക്കും ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ ജാങ്കോന്റെ ലോജിക്കിന് ഫിറ്റ് ആവുന്ന രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ രജിസ്ട്രേഷൻ ഫോം നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫസ്റ്റ് തന്നെ യൂസർ ക്രിയേഷൻ ഫോം ആയിരിക്കും ലോഡ് ആവുന്നത്. ഫസ്റ്റ് അല്ല രജിസ്ട്രേഷൻ ഫസ്റ്റ് തന്നെ യൂസർ ക്രിയേഷൻ ഫോം ആണ് നമ്മൾ അവിടെ ലോഡ് ചെയ്യുന്നത്. സോ എംപ്റ്റി ഫീൽഡ്സ് ആയിരിക്കും കംപ്ലീറ്റ്ലി യൂസർ ക്രിയേഷൻ ഫോമിൽ ഉണ്ടാവുക. ദെൻ നമ്മൾ പോസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ഡോട്ട് സേവ് കൊടുത്തിട്ടുണ്ട്. സോ എന്തായിരിക്കും, സേവ് ആവും. ദെൻ ജാങ്കോ ഡാറ്റ വാലിഡേറ്റ് ചെയ്ത് നോക്കും. വാലിഡ് ആണെങ്കിലാണ് ഇവിടെ എന്താവുള്ളൂ, സേവ് ആവുള്ളൂ. ആ ഒരു സ്റ്റെപ്പും കൂടി അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും. ദെൻ അതിനുശേഷം നമ്മുടെ ലോഗിൻ പേജിലേക്ക് റീഡയറക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ പാത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ register.html അല്ലെങ്കിൽ എൽസ് കണ്ടീഷൻ നമ്മൾ എന്താണ് യൂസർ ക്രിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ റിട്ടേൺ റെൻഡർ register.html കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഫോമിലേക്കായിരിക്കും പിന്നീട് റീഡയറക്ട് ചെയ്ത് പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇമെയിൽ ഫീൽഡ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. മെസ്സേജസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെംപ്ലേറ്റിൽ കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജിൽ മെസ്സേജസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ദെൻ ബൂട്ട് സ്ട്രാപ്പ് സ്റ്റൈലിംഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ form.sp പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. യൂസർ ക്രിയേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ്ലി. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. റിട്ടേൺ റീഡയറക്ട് ലോഗിൻ എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ലോഗിൻ്റെ വ്യൂവിലേക്ക് റീഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ നമ്മൾ പ്രൊഫൈൽ പേജ് ഒരെണ്ണം ഡമ്മി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രൊഫൈൽ പേജ് നമ്മളൊരു നെയിം ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്ക് ഒരു പ്രൊഫൈൽ പേജും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒതൻറ്റിക്കേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എന്താണ് ലോഗിൻ ചെയ്യാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. കാർട്ടിൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ ഐറ്റംസിന്റെ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് എവിടേക്ക് പോവാ, നാവ് ബാറിലേക്ക് പോവാ. നാവ് ബാറിൽ ഐക്കൺ വരുന്നേക്കാളും തൊട്ട് മുമ്പായിട്ട് നാവ് ബാർ കാറ്റഗറി ഡീറ്റെയിൽസ് ഷോപ്പിംഗ് കാർട്ട് ഫസ്റ്റ് റിസൾട്ടിന് മുമ്പായിട്ട് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു ഇഫ് കണ്ടീഷൻ വേണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് അവിടെ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. കാർട്ട് ഐറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കാർട്ടിൽ ഐറ്റംസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ഒരു കാർട്ടിൻ്റെ സിമ്പിൾ ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ആണെങ്കിൽ ആഡ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട, അങ്ങനെയുള്ള രീതിക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം. സോ അത് നല്ലതാണ്, നമുക്ക് ടോട്ടൽ കൗണ്ട് അവിടെ അവൈലബിൾ ആക്കാൻ പറ്റും. സോ അത് നല്ല ഒരു പ്രോസസ്സാണ് ആഡ് ഓൺ ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ എൻ്റർ അടിക്കാം, കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിള് സ്പേസ് കൊടുക്കുക, എഫ്. ഇതാണ് നമ്മുടെ കണ്ടീഷൻ വരിക. നമ്മുടെ കാർട്ടിൽ ഐറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. സോ എങ്ങനെയായിരിക്കും കാർട്ടിൽ ഐറ്റംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുക,
കാർട്ടിൽ ഐറ്റംസ് ഉണ്ടോന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുക? ഐറ്റം ഈക്വൽ ടു ഈക്വൽ ടു വെച്ചിട്ടില്ല. എന്തായിരുന്നു? ഐറ്റം ഈക്വൽ ടു ഈക്വൽ ടു സോറി, എനിക്ക് കേട്ടില്ല. ഹലോ, ഇപ്പൊ കേൾക്കാവോ? എന്തായിരുന്നു? ഇപ്പൊ കേൾക്കാവോ? ആ, കേൾക്കുന്നുണ്ട്. അതായത് ഐറ്റം ഈക്വൽ ടു വെച്ചിട്ട് അറിയില്ലേ? ഐറ്റംസ് ഐറ്റംസ് ഈക്വൽസ്, ഓക്കെ, ഐറ്റം കൗണ്ട് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. സോ ഇവിടെ നൗ ബാറിൻ്റെ ഉള്ളിലായിട്ട്, നൗ ടാഗിൻ്റെ ഉള്ളിലായിട്ട് സെർച്ചിന് മുമ്പായിട്ട് എല്ലാ ടാഗും ഉണ്ട്. സോ അതിന് മുമ്പാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത്. സോ ഐറ്റം കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഐക്കൺ ഡിസ്പ്ലേ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ്, ഇതിന് ഐറ്റം കൗണ്ട് വേണ്ടേ നമുക്ക്. സോ അതിന് വേണ്ടിയിട്ട് കാർട്ടിൻ്റെ സിമ്പിൾ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ഐറ്റം അണ്ടർസ്കോർ കൗണ്ട് കൊടുത്തിട്ടുണ്ട്. സോ ടോട്ടൽ കൗണ്ട് നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന രീതിക്ക് COUNT കൗണ്ട് കറക്റ്റ് ആണ്, സ്പെല്ലിംഗ് കറക്റ്റ് അല്ലെന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഐറ്റം കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ആ എല്ലാ ടാഗ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എൻഡിഫും കൂടി കൊടുക്കാൻ മറക്കരുത്. സോ കേളി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ എൻഡിഫ് കൊടുക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഐക്കൺ ഡിസപ്പിയർ ആയത് കാണാം. സോ ലോഗിൻ ചെയ്യാം. ദെൻ ലോഗിൻ കൊടുക്കുക. ഓക്കെ, സോ പ്രൊഫൈലിലേക്കാണ് നമ്മൾ ലോഗിൻ ആയിട്ടുള്ളത്. വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു പ്രൊഫൈലിലേക്കുള്ള പാത്ത് മാറ്റിയിട്ട് പ്രൊഫൈൽ ഒരു ഓപ്ഷൻ പോലെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഹോമിലേക്ക് പോകുന്ന രീതിക്ക് നമുക്കത് സെറ്റ് ചെയ്യാം. ബിക്കോസ് ഡയറക്റ്റ്ലി പ്രൊഫൈലിലേക്കല്ല നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പോകണം, നമുക്ക് ഐറ്റംസ് ആഡ് ചെയ്യാന്നുള്ളതല്ല നമ്മുടെ മെയിൻ എയിം. സോ വ്യൂവിൽ ലോഗിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോപ്പിൽ ഓൾറെഡി പ്രൊഫൈൽ വ്യൂ നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റ് നോക്കാം. ഓക്കെ, രണ്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇവിടെ അനുവാണ് വരുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിന്ന് ഐറ്റം ആഡ് ചെയ്ത് നോക്കാം. കിഡ്സ് ഫെയറിൽ ഇപ്പോൾ ഐറ്റംസ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. സോ വെജിറ്റബിൾസിലേക്ക് പോകുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഐറ്റം ചൂസ് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. ഓക്കെ, കറൻ്റ്ലി 2 ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ടല്ലേ. ഇതൊന്ന് റിഫ്രഷ് ചെയ്യുക. 2 ഐറ്റംസ് ഉണ്ട്. സോ നമുക്ക് ഇവിടെ ഐറ്റംസ് വന്നിട്ടില്ല. സോ ബാക്ക് ടു നമ്മുടെ നൗ ബാറിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ കാർട്ടിൽ കൗണ്ടർ ആഡ് ചെയ്തിട്ടില്ലേ, കാർട്ട് ആപ്പിൽ കോണ്ടെക്സ്റ്റ് പ്രൊസസ്സർ ആഡ് ചെയ്തിട്ടുണ്ട്.
കൗണ്ടറിൽ ഐറ്റം കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഐറ്റം കൗണ്ട് നമ്മളിവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മളവിടെ കോൾ ചെയ്തത്, ബട്ട് അത് വന്നിട്ടില്ല. അത് നമ്മൾ പാത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൽ settings.py എടുക്കുക. ഈ കോട്ടിൽ കോണ്ടെക്സ്റ്റ് പ്രോസസ്സേഴ്സ്, അതിൽ കൗണ്ടർ നെയിം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. കോണ്ടെക്സ്റ്റ് പ്രോസസ്സേഴ്സ് കൗണ്ടർ. ഓക്കെ, ഡിക്റ്റായിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ടൈപ്പൻ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഐറ്റം കൗണ്ടിനെ നമ്മളിവിടെ കോൾ ചെയ്യുന്നുണ്ട്. ക്വറി കറക്റ്റ് ആണ്, വേറെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഐക്കൺ വന്നിട്ടില്ല. സോ ഐറ്റം കൗണ്ട് അവിടെ പാസ് ചെയ്ത് വന്നിട്ടില്ല. ഡിക്റ്റായിട്ട് തന്നെയാണ്, നമ്മൾ ഡിക്ഷണറി ആയിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്, പാസ് ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കോണ്ടെക്സ്റ്റ് പ്രോസസ്സർ കൊടുത്തതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. റിട്ടേൺ ഐറ്റം കൗണ്ട് ഈക്വൽസ് ഐറ്റം കൗണ്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഐറ്റം കൗണ്ട് ഈക്വൽസ് 0 പറഞ്ഞ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഞാൻ തൊട്ടുമുകളിൽ പ്ലസ് ഈക്വൽസ് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കാർട്ട് ഐറ്റം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ഒബ്ജക്ട്സിനെയും ഇവിടെ ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐറ്റം കൗണ്ട് 0 ആയിട്ട് എടുത്തിട്ടുണ്ട്. അഡ്മിൻ്റെ ആണ് റിക്വസ്റ്റ് എന്നുണ്ടെങ്കിൽ empty ആയിട്ട് കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൽസിൻ്റെ ഉള്ളിലാണ് ട്രൈ ബ്ലോക്ക് കൊടുത്തിരിക്കുന്നത്. കാർട്ടിക്കൽസ് കാർട്ട് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. കാർട്ട് ഐ ഡി ദെൻ നമ്മൾ ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ കാർട്ട് ഐറ്റംസ് ഈക്വൽസ് കാർട്ട് ഐറ്റം ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാർട്ട് ഈക്വൽസ് എന്താണ് കാർട്ട് സ്ക്വയർ ബ്രാക്കറ്റ് സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ദെൻ അതിന് ശേഷമാണ് വരുന്നത് ഫോർ ലൂപ്പ് വരുന്നത്. കാർട്ട് ഐറ്റം ഇൻ കാർട്ട് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. സോ കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഫോർ ലൂപ്പിൽ. ഓക്കെ, പിന്നെ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, എക്സെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. കാർട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ് വരുന്നത്. ദെൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. കോണ്ടെക്സ്റ്റ് അഡീഷൻ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാറിൽ പോകുമ്പോൾ ഐറ്റം കൗണ്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ കവർ ഐറ്റം കൗണ്ടോടെ ബ്രാക്കറ്റ്സിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ്. ഓക്കെ, ലൈൻ നമ്പർ 37 ലെറ്റർ കാണിക്കുന്നുണ്ട്. ബ്രേക്ക് ചെയ്തിട്ടൊന്നും കൂടെ റൺ ചെയ്യാം. ഓക്കെ, 0നെ ന്യൂമറിക് ആക്കിയിട്ട് എടുക്കുന്നില്ല തോന്നുന്നു. views.py ലൈൻ നമ്പർ 38 എറർ കാണിക്കുന്നുണ്ട്. നോക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ 2, 3, 5 ഐറ്റംസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് ആ ഒരു കൗണ്ടർ അല്ലെങ്കിൽ കോണ്ട് എക്സ്പ്രസർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, കോണ്ട് എക്സ്പ്രസസ് എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം, എന്താ പറയുക, ഒരു പൈത്തൺ ഫംഗ്ഷൻ തന്നെയാണ്. സോ എല്ലാ ടെംപ്ലേറ്റ്സും നമ്മൾ അവൈലബിൾ ആക്കുന്ന ഫംഗ്ഷനാണ്. ബട്ട് സ്റ്റിൽ നമുക്കത് അവൈലബിൾ ആയിട്ടില്ല. നവംബറിലായിരുന്നു ഇത് കൊടുത്തിരുന്നത്. കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻഡിഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ ലൂപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആസ് ദ സെയിം വേ നമുക്ക് ഇവിടെയും വർക്ക് ചെയ്യേണ്ടതാണ്. കാർട്ട് ഐറ്റത്തിൻ്റെ URL കൊടുത്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇവിടെ ഐറ്റം കൗണ്ടും പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ നമ്മളിവിടെ കൗണ്ട് എക്സ്പ്രസറിൽ ഫോർ ലൂപ്പ് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കുക, ഇതങ്ങ് കമൻറ്റ് ചെയ്തിടാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സിംഗിൾ ലൈൻ കമാൻഡ് പോലെ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. നോക്കാം, ഐറ്റം കൗണ്ട് ഈക്വൽസ് sum of item dot quantity for item in cart items കൊടുക്കുക. അത് സിംഗിൾ ലൈൻ നമ്മൾ ലാംഡ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എവിടെയും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം. ദെൻ റിട്ടേൺ ചെയ്യുമ്പോൾ ഡിക്ഷണറി ആയിട്ട് കീ വാല്യൂ പെയർ ആയിട്ട് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഐറ്റം കൗണ്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്ത് നോക്കുക. ആ ഒരു മെത്തേഡിനാണോ ഇഷ്യൂ വന്നതെന്ന് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. സെറ്റിങ്സിൽ കൊടുത്ത് കറക്റ്റ് അല്ലേന്ന് ഫസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. റിട്ടേൺ കൊടുത്തതും വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. സെയിം പാറ്റേൺ തന്നെയാണ്, സ്റ്റിൽ വേണമെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇത് കൊടുക്കാം, റിട്ടേൺ സിമ്പിൾ രീതിയിൽ ഡിക്ഷണറി ഫോമാറ്റിൽ തന്നെ ഡയറക്റ്റ്ലി ഈ വാല്യൂ പെയർ ആയിട്ട് കൊടുക്കാം. ഐറ്റം കൗണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഡിക്റ്റ് കറക്റ്റ് ആണ്, ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്നുണ്ട്. സെർച്ചിന് മുമ്പായിട്ട് ചേർത്തിട്ടുണ്ട്. ഹോമിൻ്റെ ലിങ്ക് കാണിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഡ്രോപ്പ് ഡൗണിൻ്റെ ലിങ്ക് കാണിക്കുന്നുണ്ട്. ബട്ട് നമ്മുടെ ആ ഒരു ലിങ്ക് വരുന്നില്ല, ബിക്കോസ് അത്
അവിടെയുള്ള നമ്മൾ കൊടുത്ത ക്വറീസ് വരുന്നില്ല. നാവ് ബാറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കമൻറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫോർ ലൂപ്പ് വരെയും വരുന്നുണ്ട്. ഷിഫ്റ്റ് കണ്ടീഷൻ ഒന്ന് കമൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ഇവിടെ ഐറ്റം കൗണ്ട് വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ സി കൊടുത്തിട്ടുണ്ട്. ഐറ്റം കൗണ്ടിൽ കറന്റ് 3 ഐറ്റംസ് ഉണ്ട്, ബട്ട് നമുക്ക് 0 ആണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരാത്തത്, നമുക്ക് ടോട്ടൽ കൗണ്ട് അല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഈ കണ്ടീഷൻ കൊടുത്തപ്പോൾ ഐക്കൺ വരാത്തത്. സോ കോണ്ടെക്സ്റ്റ് പ്രൊസസ്സർ അവിടെ കോൾ ആവുന്നില്ല എന്നല്ല, ഐറ്റം കൗണ്ട് 0 വരുന്നുണ്ട്. സോ കോണ്ടെക്സ്റ്റ് പ്രൊസസ്സറിൽ എന്താണ് ഇഷ്യൂ എന്നൊന്ന് നോക്കണം. സോ കാർഡ് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഓൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഐറ്റം കൗണ്ട് ബൈ ഡീഫോൾട്ട് 0 ആണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കത് എം ടി ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വേണമെങ്കിൽ ആഡ് ടു കാർട്ട് ഐക്കൺ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഐറ്റം ആഡ് ആയിട്ടില്ല. സോ ബാക്ക് ടു അവർ ക്വറി. ഇവിടെ എം ടി ആയിട്ട് പാസ് ആവുന്നതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വരുന്നത്. ഈ എൽസ് പാർട്ട് വർക്ക് ചെയ്തിട്ടില്ല, എക്സെപ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സം ഓഫ് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈക്വൽസ് കാർട്ട് ഐറ്റം ഡോട്ട് ക്വാണ്ടിറ്റി സെയിം തന്നെയാണ്. ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു നമ്മൾ ഐറ്റം കൗണ്ട് കൊടുത്തത്. സെഷൻ ബേസ്ഡ് കാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കാർട്ടിൻ്റെ ഇഷ്യൂ മേ ബി വരാം.
കാർട്ട് ഐറ്റംസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. സോ കാർട്ട് ഐറ്റം എന്ന് പറയുന്ന അതിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റിനെ എടുക്കുന്നത്. സം ഓഫ് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ കൊടുത്തതിൽ കാർട്ട് ഈക്വൽസ് കൊടുത്തിട്ടുണ്ടായി. ജസ്റ്റ് നമുക്ക് ഇവിടെ യൂസർ റിക്വസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാം. സോ യൂസർ ഈക്വൽസ് റിക്വസ്റ്റ് ഡോട്ട് യൂസർ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു ഇഫ് എൽസ് രീതിയിൽ നമ്മളത് ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തൻറ്റിക്കേഷൻ യൂസർ ഒത്തൻറ്റിക്കേറ്റഡ് ആണെങ്കിൽ ആ യൂസറിൻ്റെ കാർട്ടും അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് എന്താണോ അതിൽ വരുന്നത് അത് നമുക്ക് വരണം എന്നുള്ള രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇതൊന്ന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി ഒന്ന് റൺ ചെയ്ത് നോക്കാം. ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യാം. എനിക്ക് ഫീൽഡ് എറർ ആണ്. സോ യൂസർ ഇൻടു ഫീൽഡ് ചോയ്സ് ആക്റ്റീവ് product I cannot resolve keyword user into field. Okay. കാർട്ടിൽ നമ്മൾ യൂസറിൻ്റെ ഫീൽഡ് ആഡ് ചെയ്തിട്ടില്ലേ നോക്കാം. വ്യൂവിൽ കാർട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ യൂസർ കാർട്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. സോ യൂസർ കാർട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കാം കേട്ടോ. ഇവിടെ യൂസർ കാർട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രൗസറിൽ പോവുക, റിഫ്രഷ് ചെയ്യുക. ആട്രിബ്യൂട്ടറാണ്. യൂസർ കാർട്ട് ഹാസ് നോ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ എറേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുക. കാർട്ട് ഐറ്റംസ് ടോട്ടൽ കൗണ്ടറാണ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത്. use.pyയിൽ കൗണ്ടർ പാസ് ചെയ്യുന്നുണ്ട്. use.py ലൈൻ നമ്പർ 68 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലൈൻ നമ്പർ 60. ഓക്കെ. 68ലാണ് അത് കാണിക്കുന്നത്. കാർട്ട് ഐറ്റംസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ടോട്ടൽ പാസ് ചെയ്യുന്നുണ്ട്, കൗണ്ടറും പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. കൗണ്ടർ എന്ന് പറയുന്നത് ആ ഒരു ക്വാണ്ടിറ്റി തന്നെയാണ് അല്ലേ. ഓക്കെ. സോ കൗണ്ടർ കൊടുത്ത് നോക്കാം. ഇഫ് കണ്ടീഷൻ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പഴയ പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. ദെൻ നൗ ബാറിൽ പോകുന്നുണ്ട്. നൗ ബാറിൽ നിന്ന് ഐറ്റം കൗണ്ട് നമ്മൾ അവിടെ ഒന്നും പാസ് ചെയ്യുന്നില്ല. ഞാൻ
കൗണ്ടർ കൊടുക്കുന്നുണ്ട്. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു ഐറ്റം കൂടി ആഡ് ചെയ്യുക. 2 വരുന്നുണ്ട്. ഹോമിലേക്ക് പോവുക. നമ്മൾ ആ പേജിക്ക് പാസ് ചെയ്യുന്നത് കൗണ്ടർ അല്ലേ, സോ അതുകൊണ്ടാണ് നമ്മൾ അവിടെ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. കാർട്ട് ഐറ്റംസും ഇപ്പോൾ 3 ഐറ്റംസും ഒക്കെ അവിടെ വിസിബിൾ ആണ്. ദെൻ ഇനി നമുക്ക് വേണമെങ്കിൽ ഇഫ് കണ്ടീഷൻ ആഡ് ചെയ്യാം നമ്മുടെ നൗ ബാറിൽ. ഇനി അതൊരു ഇഷ്യൂ ഉണ്ടാവില്ല. സോ ഇവിടെ എന്ത് ചെയ്യുക, കർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിൾ ഇഫ് യൂസർ ഡോട്ട് എന്ത് കൊടുക്കുക, യൂസർ അല്ല, ഇഫ് എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, ഐറ്റം അല്ലേ ചെക്ക് ചെയ്യുന്നത്, ഐറ്റം കൗണ്ട്. കൗണ്ടർ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മാത്രം ഈ ഒരു LI ടാഗ് ഡിസ്പ്ലേ ചെയ്താൽ മതി. സോ പെർസെൻറ്റേജ് സിമ്പിൾ എൻ്റെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കുക. എന്നിട്ട് കാർട്ട് ക്ലിയർ ചെയ്ത് നോക്കുക, ഐറ്റംസ് വരുന്നുണ്ടോ. ഓക്കെ, റിമൂവ് ചെയ്യുന്നുണ്ട് ഐറ്റംസിനെ. ആ ഒരു ഐക്കൺ പോയിട്ടുണ്ട്. സോ ഇതേപോലെ നമ്മളവിടെ പാസ് ചെയ്യുന്നത്, നമ്മുടെ URL നമ്മൾ പാസ് ചെയ്യുന്നത് എന്തായിരുന്നു, ആ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മളവിടെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു വ്യൂവിൽ. സോ അതുകൊണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂ വന്നത്. ഇവിടെ നമ്മൾ കാർട്ട് ഐറ്റംസ് നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ കൗണ്ടർ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ വേണമെങ്കിൽ നമുക്ക് അവിടെ നമ്മുടെ ഈ ഒരു പേജിൽ നമ്മൾ ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ആസ് എ സെയിം വേ നമ്മൾ പാസ് ചെയ്യുന്നതാണ് ഈ കൗണ്ടർ. സോ അതുകൊണ്ടാണ് അവിടെ ഇഷ്യൂ വന്നത്. സോ ഒരു കൗണ്ടർ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐറ്റം കൗണ്ട് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സപ്പോസ് നമ്മൾ കാർട്ടിൽ ഐറ്റംസ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു കാർട്ട് ഐക്കൺ വരത്തില്ല. സോ ഈ ഒരു രീതിക്ക് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലോഗിൻ്റെ ആയിരുന്നു, അതിൻ്റെ ഒപ്പമായിരുന്നു കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോയത്. ഇനി നെക്സ്റ്റ് ഇപ്പം നമ്മൾ ജസ്റ്റ് ലോഗിൻ ലോഗ് ഔട്ടൊക്കെ നമ്മൾ ജസ്റ്റ് എന്താണ് ഇൻബിൽട്ട് ആയിട്ടുള്ള ഇത് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലോഗിനും ലോഗ് ഔട്ടും അതേപോലെ തന്നെ രജിസ്റ്റർ, ഇതൊക്കെ എങ്ങനെ സെപ്പറേറ്റ്ലി യൂസ് ചെയ്യാമെന്നാണ്. സോ ബിൽറ്റ് ഇൻ ക്വറീസ് ഒന്നും യൂസ് ചെയ്യാതെ എങ്ങനെ നമുക്ക് ലോഗിൻ ലോഗ് ഔട്ട് ചെയ്യാമെന്നുള്ള ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞു തരാം. ബാക്ക് ടു നമ്മുടെ ഈ ഒരു വ്യൂവിലേക്ക് വരാം. use.py നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് വേണ്ടുന്ന ഫീൽഡ്സ് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ രജിസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ഡമ്മി രജിസ്റ്റർ ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഡെഫ് എന്ത് കൊടുക്കുക, രജിസ്റ്റർ കൊടുക്കുക. രജിസ്റ്ററിൻ്റെ ബ്രാക്കറ്റിൽ റിക്വസ്റ്റ് കൊടുക്കുക, ദെൻ കോളൻ. നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കുക, നമുക്ക് ഇഫ് ഈ റിക്വസ്റ്റ് മെത്തേഡൊക്കെ സെയിം തന്നെ, ഈ ഒരു ലൈനും സെയിം തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ കോപ്പി ചെയ്യുക, ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡമ്മി ക്വറി നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്തതാണ്. ഞാൻ ബൈ ഡിഫോൾട്ട് ക്വറീസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതിൽ. സോ റിക്വസ്റ്റ് മെത്തേഡ് നമ്മൾ പോസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണോ അവിടെ ആഡ് ചെയ്യേണ്ടത് അതവിടെ കൊടുക്കുക. നമ്മൾ നോർമലി ഒരു ഫോമിൽ നിന്ന് എടുക്കൂലേ അതേപോലെ തന്നെ യൂസർ നെയിം, ദെൻ ഇമെയിൽ വേണം അല്ലേ, സോ ഇമെയിൽ കൊടുക്കുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വൺ എന്താ, പാസ്വേഡ് വേണം. സോ പാസ്വേഡ് കൊടുക്കുക. ദെൻ എന്താണ്, കൺഫേം പാസ്വേഡ് വേണം. സോ ഒരു കൺഫേം പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് കൺഫേം പാസ്വേഡ് അത് നമുക്ക് ജസ്റ്റ് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ രജിസ്ട്രേഷൻ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പാസ്വേഡ് ഫസ്റ്റത്തെ പാസ്വേഡും സെക്കൻഡ് പാസ്വേഡും സെയിം ആണോ എന്ന് നമ്മൾ തന്നെ മാനുവലി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സോ ഈ ഒരു ഇഫിൻ്റെ ഉള്ളിൽ തന്നെ
എന്ത് ചെയ്യുക, വേറൊരു ഇഫും കൂടെ ചെക്ക് ചെയ്യുക. ഈക്വൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, മെസ്സേജ് അവിടെ പാസ് ചെയ്യണം. സോ അതിന് മെസ്സേജസ് നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡബിൾ കർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മെസ്സേജസ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെസ്സേജസിനെ നമ്മുടെ HTML പേജിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എറർ മെസ്സേജ് നമുക്ക് പാസ്വേഡ്സ് ഡു നോട്ട് മാച്ച് എന്ന് പറയുന്ന എറർ മെസ്സേജ് നമുക്ക് പാസ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് യൂസ് ചെയ്തിട്ട് പാസ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്വറി യൂസ് ചെയ്യുക. ഡോട്ട് എറർ എന്നാണ്, മെസ്സേജസ് ഡോട്ട് എറർ എന്നാണ് പറയുക. അവിടെ നമ്മൾ പാസ്വേഡും കൺഫേർട്ട് പാസ്വേഡും മാച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു മെസ്സേജ് പോകണം. ഇനി അതേപോലെ തന്നെ എന്താണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള യൂസർ നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനും ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ദെൻ അതിനും കറസ്പോണ്ടിങ് എന്താ പറയുക, എറർ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാം. സോ യൂസറിൻ്റെ അവിടെ എറർ വരും. നമുക്ക് യൂസർ ഡിഫൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് വരുന്നുണ്ട്. എന്ത് ചെയ്യുക, യൂസറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബിൽറ്റിൻ ആയിട്ടുള്ള യൂസറിനെ ഒരു മിനിറ്റ് ശേഷം അടിക്കുക. ഫ്രം ബിൽറ്റിൻ യൂസറിൻ്റെ ഓത്ത് മോഡലിൽ നമ്മൾ എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ django.content.auth.models എന്നാണ് നമ്മൾ ആ യൂസറിനെ എടുക്കുക. സോ ഇത് നമ്മുടെ ബിൽറ്റിൻ മോഡലാണ്. സോ ആ യൂസറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. സോ അതിൽ നിന്ന് യൂസർ നെയിം നമ്മൾ എക്സിസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് മെയിലും കൂടി ഓൾറെഡി ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. സോ അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അതേപോലെ എന്ത് ചെയ്യുക, അക്കൗണ്ട്സിൽ നിന്ന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യുക, രജിസ്റ്റർ പേജിലേക്ക് വീണ്ടും റീഡയറക്റ്റ് ചെയ്യുക. ഇനി ഇതെല്ലാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വരണം, നമുക്ക് ഈ യൂസറിനെ സേവ് ചെയ്യണം. യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് എല്ലാം. അതേപോലെ കൺഫേം പാസ്വേഡ് നമ്മൾ പാസ് ചെയ്യുന്നില്ല. യൂസർ നെയിമും ഇമെയിലും പാസ്വേഡും മാത്രമാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ദെൻ ആ യൂസറിനെ സേവ് ചെയ്യുക. ഇത് യൂസറിന് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കണ്ടേ, അതായത് മെസ്സേജ് ആയിട്ട് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണെന്നുള്ളത് കൊടുക്കണ്ടേ. സോ എന്ത് കൊടുക്കുക, മെസ്സേജസ് ആയിട്ട് ഇത് പാസ് ചെയ്യുക. ലോഗിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഉള്ള മെസ്സേജ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് ലൈനിൽ റിട്ടേൺ റീഡയറക്റ്റ്, ലോഗിൻ പേജിക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണ്, register.html ആണ് പാസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അക്കൗണ്ട്സ് കോളം രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് റീഡയറക്റ്റ് കൊടുത്താലും മതി, റെൻഡർ കൊടുക്കുക. ഈ ഒരു രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാനുവലി രജിസ്ട്രേഷൻ ക്വറീസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടി എളുപ്പം. അതുകൊണ്ടാണ് ഞാനിത് പ്രിഫർ ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മാനുവലി യൂസർ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്യാം. തൽക്കാലത്തേക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, സോ ഇതാണ് രജിസ്ട്രേഷൻ. മാനുവലി കൊടുക്കുമ്പോൾ നമുക്ക് വ്യൂവിൽ വരിക. ദെൻ ലോഗിനും ഇതേമാതിരി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യൂസർ നണ്ണാണോ എന്ന് ചെക്ക് ചെയ്യണം. ഓൾറെഡി ലോഗിൻ ആണോ, അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ഡോട്ട് എറർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എറർ മെസ്സേജ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. ലോഗ് ഔട്ട് ആണെങ്കിലും മെസ്സേജസ് ഡോട്ട് സക്സസ് എന്നുള്ള രീതിക്ക് ലോഗ് ഔട്ട് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടൊക്കെ ചെയ്യാം വേണമെങ്കിൽ. ദെൻ URL കൊടുക്കുമ്പോൾ നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ വ്യൂസ് ഡോട്ട് ലോഗിൻ്റെ നെയിം കോമ ആ ഒരു URL കൊടുക്കുക. ദെൻ HTML പേജിൽ വരുമ്പോൾ എന്താണ്, നമ്മൾ നോർമലി ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്ന പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ആകെ കൂടി ഡാറ്റാബേസ് കൊടുക്കുമ്പോൾ ഈ ഒരു പാത്ത് കൊടുക്കണം എന്നുള്ള ഒറ്റ ഡിഫറൻസേ വരുന്നുള്ളൂ. സോ നിങ്ങൾക്ക് ഇത് രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ തോന്നുന്നത് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാം. ഇനി ഫ്രം സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങണം എന്നാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ എല്ലാ പോസിബിലിറ്റീസും നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഒരു രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുമ്പോഴേ എന്തൊക്കെ കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളത് നമ്മുടെ മൈൻഡിൽ വേണം. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഈ ഒരു മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് വരുന്നത് അതേപോലെ യൂസ് ചെയ്യാം. ഞാൻ ജസ്റ്റ് രജിസ്ട്രേഷൻ്റെ വ്യൂ മാത്രമാണ് കാണിച്ചിരുന്നത്. ഇനി രജിസ്ട്രേഷൻ്റെ നമ്മളിപ്പോൾ ലോഗിൻ ആണെങ്കിലും നമ്മളധികം നമ്മൾ യൂസ് ചെയ്തിട്ടില്ലേ ക്വറീസ്. സോ അതിന് പകരം എന്ത് ചെയ്യുക, നോർമലി നമ്മളൊരു രജിസ്ട്രേഷൻ പേജ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ക്വറീസ് ഈ ലേബല് ഫോംസ് നമ്മൾ വാല്യൂസ് പാസ് ചെയ്തില്ലേ ആഡൊക്കെ ചെയ്തപ്പോൾ. സോ ആ ഒരു സെയിം പാറ്റേണിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇതിൽ മെയിനായിട്ട് വരുന്നത്. ലോഗിൻ, ലോഗ് ഔട്ട് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആപ്പിൽ മെയിൻലി വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നെക്സ്റ്റ് ഡേ ഞാൻ എടുത്തുതരാം കേട്ടോ. സോ ഇത് ഞാനിപ്പോൾ ജിറ്റ്ഹബിൽ പുഷ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്നുള്ളത് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സോ ഞാൻ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. താങ്ക് യു.